ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രിക്കാണ്, അതായത് മാത്സിലെ ഒരു ട്രിക്കാണ്. അതായത് ആയിരത്തിന് മുകളിലുള്ള സംഖ്യകളുടെ എങ്ങനെ സ്ക്വയർ കാണാം എന്നാണ്. 1000ന് മുകളിലുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ 1000 അടുത്തുള്ളതും 1000 മുകളിലുള്ളതും 1000 അടുത്തുള്ളതുമായിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 1002ന്റെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1002ന്റെ സ്ക്വയർ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിന് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ 2 എന്നല്ലേ. ഓക്കെ, അപ്പൊ അത് 1002നോട് ആ 2 കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 1004 കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ 2 അറ്റത്തുള്ളത് അല്ലേ, ഒറ്റയുടെ സ്ഥാനത്തുള്ളത്. ആ 2ന്റെ സ്ക്വയർ കാണുക. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. ഇനി ഈ 2ന്റെ സ്ക്വയർ 4 ഇതിനെ ഞാൻ 3 ഡിജിറ്റിലാക്കി എഴുതുവാണ്. 4 എന്നുള്ളതിനെ 3 ഡിജിറ്റിൽ എഴുതുമ്പോൾ 004 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. ഇനി 1002ന്റെ സ്ക്വയർ എഴുതാൻ വളരെ എളുപ്പമായി. 1002ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യം കണ്ടുവച്ചിരിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ 1004. ആ 1004 ആ കൂട്ടിയപ്പോ കിട്ടിയത്, അതിന്റെ ഒപ്പം എന്തും കൂടി ചേർത്ത് എഴുതുക, 004 കൂടി ചേർത്ത് എഴുതുക. അപ്പൊ നമുക്ക് 1002ന്റെ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് 1004ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 1004ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അപ്പൊ 1004 ഞാൻ ആദ്യം എഴുതി, അതിനോട് ഏത് കൂട്ടണം? 4 കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 1008 കിട്ടി. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് 4ന്റെ സ്ക്വയർ ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. ഈ 16നെ ഞാൻ 3 സംഖ്യയുള്ള നമ്പർ ആക്കി എഴുതുന്നു. അപ്പൊ 016 എന്ന് എഴുതിയാൽ മതി. ഇനി എളുപ്പമായി 1004ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം കിട്ടിയ 1008 അതിനോട് എന്തും കൂടി ചേർത്ത് എഴുതുക, ഈ 016 കൂടി ചേർത്ത് എഴുതുക. അപ്പൊ 1004ന്റെ സ്ക്വയർ ഇതായി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 1007ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 1007 എന്നാണ് കേട്ടോ ഇത്. 1007ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 1007 പ്ലസ് 7 ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 1014 കിട്ടി. ഇനി 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. അത് ഞാൻ 3 ഡിജിറ്റ് ആക്കി എഴുതിയാൽ 049. അപ്പൊ 1007ന്റെ സ്ക്വയർ എത്രയാണ്? 1014 ആദ്യത്തേതിൽ നിന്നും എഴുതുക. പിന്നെ ഈ 049 കൂടി ചേർത്ത് എഴുതുക. ഇതാണ് 1007ന്റെ സ്ക്വയർ. ഇതുപോലെ തന്നെ നമുക്ക് 1009ന്റെയും കാണാം. ഓക്കെ, 1009ന്റെ സ്ക്വയർ വരെ ഇത് ഈസി ആയിട്ട് ഇങ്ങനെ കാണാം. 1009ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? ആദ്യം തന്നെ 1009 എഴുതി, പ്ലസ് 9 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1018 കിട്ടി. ഇനി നമ്മൾ 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. അപ്പൊ നമ്മൾ അത് 3 ഡിജിറ്റ് ആക്കി എഴുതി. അപ്പൊ എത്രയാണ്? 081. അപ്പൊ ഈ 1009ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1018 പിന്നെയോ 081 ഇവിടെ നിന്ന് എഴുതുക. ഈ ഒരു 1018 എഴുതുക, എന്നിട്ട് ഈ 081 കൂടി എഴുതുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഈ ഒരു നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി bibimohan.com എന്ന ചാനലിൽ bibimohan.com എന്ന ബ്ലോഗിൽ എല്ലാ നോട്ട്സും ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.